പഞ്ചാക്ഷരി മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തിയുടെ പൊൻപ്രഭ ചൊരിഞ്ഞ് ദർശന സായുജ്യമായി ഏഴര പൊന്നാന ദർശനം. ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാന ദർശനത്തിനായി ആസ്ഥാന മണ്ഡപത്തിന് മുന്നിൽ കൂപ്പുകൈകളോടെ ഓം നമഃശിവായ മന്ത്രം ഉച്ചരിച്ച് നിന്ന ഭക്തർക്കാണ് ജീവിതത്തിൽ സായുജ്യ നിമിഷമായി ഏഴര പൊന്നാന ദർശനം ലഭിച്ചത്. ഒരാണ്ടിന്റെ കാത്തിരിപ്പിനു ശേഷം ഏഴര പൊന്നാനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളുന്ന ഏറ്റുമാനൂരപ്പനെ ഒരു നോക്ക് കണ്ടു തൊഴുവാൻ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലേക്കെത്തിയത് ജനസാഗരമാണ്. രാത്രി 11:30 ശ്രീകോവിലിൽ നിന്നും ഭഗവാനെ എഴുന്നള്ളിച്ച് പുഷ്പാലങ്കൃതമായ ആസ്ഥാന മണ്ഡപത്തിലെ പീഠത്തിൽ പ്രതിഷ്ഠിച്ചു. തന്ത്രി പ്രതിനിധി കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി ഇങ്ങേതല രാമൻ സത്യനാരായണൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. ഏറ്റുമാനൂരപ്പന്റെ പൊൻതിടമ്പിന് ഇരുവശങ്ങളിലുമായി ഏഴര പൊന്നാനകളും കർപ്പൂര ദീപങ്ങളും. ധന്യനിമിഷത്തിൽ രാത്രി 12 മണി കഴിഞ്ഞ് ആസ്ഥാന മണ്ഡപത്തിന്റെ നട തുറന്നതോടെ ഭക്തജന മനസ്സുകളിൽ നിന്നും പഞ്ചാക്ഷരി മന്ത്രം അന്തരീക്ഷമാകെ ഉയർന്നു. തുടർന്ന് വലിയ കാണിക്ക സമർപ്പണത്തിനു ശേഷം നാദസ്വരത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ ഏഴര പൊന്നാനകളെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഏഴര പൊന്നാന ദർശനത്തിനായി ഇക്കുറി കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. 9ാം ഉത്സവ ദിനമായ വ്യാഴാഴ്ച പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിച്ച സ്പെഷ്യൽ മേജർ സെറ്റ് പഞ്ചാരിമേളം അരങ്ങേറി. വൈകിട്ട് 5-ന് കാഴ്ച ശ്രീബലി, വേല, സേവ എന്നിവയും തുടർന്ന് ചോറ്റാനിക്കര നന്ദപ്പന്മാരാരും 50-ൽ പരം കലാകാരന്മാരും പങ്കുചേർന്ന മേജർ സെറ്റ് സ്പെഷ്യൽ പഞ്ചവാദ്യവും അരങ്ങേറി. രാത്രി 9:30-ന് സിനിമാ പിന്നണി ഗായകൻ MG ശ്രീകുമാർ നയിക്കുന്ന ശ്രീരാഗലയം. 27 വെള്ളിയാഴ്ച തിരുവാറാട്ടോടെ തിരുവുത്സവ ചടങ്ങുകൾ സമാപിക്കും. i4e ന്യൂസ്, ഏറ്റുമാനൂർ.